അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഒരു പ്ലം കേക്ക് ആണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാരമലൈസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര നമ്മൾ കേക്കിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കളറായി വരുന്നവരെ അത് പുകഞ്ഞു പോകാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ അയവൊന്ന് ക്രമീകരിക്കുക. അതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതേ പാനിലേക്ക് 1.5 കപ്പ് ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കശുവണ്ടിയും മുന്തിരിയും വാൽനട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണോ അല്ലെങ്കിൽ നട്ട്സ് ചേർക്കണോ അതൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത് ചേർക്കാം കേട്ടോ. ഇത് ഞാൻ ഏകദേശം 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അതിൻ്റെ അകത്തെ വെള്ള ഭാഗം ഒന്ന് ചിരണ്ടി മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുകയാണ്. ഇനി നമ്മളിത് ഓറഞ്ച് ജ്യൂസിലൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നന്നായി കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മെഷറിങ് കപ്പല്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് തന്നെയാണ്. നമ്മളെല്ലാം ഈ ഗ്ലാസ്സിലാണ് മെഷർ ചെയ്തെടുക്കാൻ പോകുന്നത്. പഞ്ചസാര 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ഏലക്കായും ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മറ്റൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഈ നമ്മൾ എടുക്കുന്ന മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം നേരത്തെ തന്നെ. അതുപോലെ തന്നെ എസൻസ്, ബട്ടർ ഒക്കെ നമ്മൾ പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം നമ്മൾ കേക്കിന് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബീറ്ററോ അതും അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒന്ന് അടിച്ചു കൊടുക്കണം ശരിക്കും കേട്ടോ. ആ പഞ്ചസാര നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണെങ്കിലും ചെറിയൊരു തരിയൊക്കെ കാണും. അപ്പോൾ ആ തരിയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്ന രീതിക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം, അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഇത് കണ്ടോ, മുട്ടയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കാം, പഞ്ചസാര ഒന്നും ഒട്ടുമില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് മെൽറ്റഡ് ബട്ടറാണ്. ഇതും റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളതായിരിക്കണം കേട്ടോ. ചൂടൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മെൽറ്റ് ചെയ്യിച്ചൊന്ന് വെച്ച് ചൂടൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാനിതൊന്ന് 30 സെക്കൻഡ് മൈക്രോവേവ് വെച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. നമുക്ക് ആ സെയിം ഗ്ലാസ്സിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്, അതേ ഗ്ലാസ്സിലാണ് ഞാൻ ഈ ബട്ടറും ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്, അളന്നെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മുട്ടയും ബട്ടറും ഒക്കെ ഒന്ന് മിക്സായിട്ട് നല്ല രീതിയിൽ യോജിച്ച് വരുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ 2 ടേബിൾ സ്പൂൺ ആണൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കിയതിന് ശേഷം നമുക്കിതിന് വേണ്ടുന്ന കളറായിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 4-5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഈ കാരമലൈസ്ഡ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കളർ വന്നിട്ടുണ്ട്. അതിന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂൺ എന്ന് പറയുന്നത് ചെറിയ സ്പൂണാണ്, 5 ml ആണ് അതിൻ്റെ അളവ്. വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് പഞ്ചസാരയും ബട്ടറും ഒക്കെ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ ആണ് നമ്മൾ ഗോതമ്പ് പൊടിയും അളന്നെടുക്കുന്നത്. 2 ഗ്ലാസ് ഗോതമ്പ് പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. അരിപ്പയിലൊന്ന് അരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ നിറച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി ഇതുപോലെ നിരത്തിയാണ് നമ്മളത് എടുക്കുന്നത്.
അളവുകൾ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നിരത്തി വേണം എടുക്കാനായിട്ട്. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരിച്ച് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മുട്ട മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സ്പാറ്റുല അല്ലെങ്കിൽ ഒരു തടിത്തവി നമുക്ക് ഇതിനു വേണ്ടി ഇളക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കേക്ക് മിക്സ് ചെയ്താൽ നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ഇഫക്റ്റ് പോകത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊങ്ങി വരാനായിട്ടൊരു താമസം വരും. ഈ മെത്തേഡ് യൂസ് ചെയ്താൽ അധികം ഒരുപാട് അതങ്ങ് ഇളക്കി എടുക്കേണ്ടി വരത്തില്ല. ഈ മെത്തേഡിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഗോതമ്പ് പൊടിയൊക്കെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ സമയം നമ്മൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ വെക്കണം. നമ്മളിനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം എല്ലാം കൂടി ഒരു 1.25 കപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ, ഇതിപ്പോൾ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം 1.5 കപ്പിന് മുകളിൽ അത് എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ബേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ടിന്ന് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ടിന്നിൽ കുറച്ച് ബട്ടറൊക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഗോതമ്പ് പൊടി കൂടെ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഈ ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അതിന് പകരം ഗോതമ്പ് പൊടിയാണ് സ്പ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നത്. കേക്ക് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണമെങ്കിൽ സ്പാറ്റിൽ വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാനിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്താണ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാൻ കൂടെ ചെയ്യണം. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് 45 മുതൽ 55 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രിയിലാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. ഒരു 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക. മുകൾ ഭാഗം അധികം ബ്രൗൺ കളർ ആകാതിരിക്കാനാണത്. നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാനായിട്ട് എടുക്കാം. ഏതാണ്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കധികം പൊടിഞ്ഞൊന്നും പോകാതെ തണുത്തതിന് ശേഷം കട്ട് ചെയ്താൽ കേക്ക് പൊടിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം കട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കേക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആണെന്ന്. നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. നല്ല സോഫ്റ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ്പം ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.